ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യവും അത് ആരാണ് ചെയ്തത് എന്നൊരു ഡിറ്റക്റ്റീവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ മലയാളത്തിൽ 12th മാനിലും നെറ്റ്ഫ്ലിക്സിൽ വരുന്ന നൈവ്സ് ഔട്ട് പോലെയുള്ള സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ടെംപ്ലേറ്റിന്റെ സ്പൂഫ് വേർഷൻ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കഥയാണ് ഏറ്റവും പുതിയ ഹോളിവുഡ് സിനിമയായിട്ടുള്ള ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് എന്ന സിനിമയുടേത്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം ഇവിടെ നടത്തുന്നത് മനുഷ്യരോട് സംസാരിക്കാൻ പറ്റാത്ത ആടുകളാണ്. ആടുകൾ തമ്മിലുള്ള സംഭാഷണങ്ങളിലേക്ക് നമ്മളെ നല്ല സമർത്ഥമായിട്ട് കൊണ്ടുപോവുകയും നല്ല ചില ഫിലോസഫികൾ ഉപദേശ സ്വഭാവം വരാത്ത രീതിയിൽ തിരക്കഥയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ള ഈ പടം ഉറക്കെ ചിരിക്കാനുള്ള ഒരുപാട് മൊമെന്റുകൾ തരുന്നുണ്ട്. അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും ഹൃദ്യമായ ഒരു കഥ കണ്ട സന്തോഷത്തോടെ തിയേറ്റർ വിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കും. ഡെൻബ്രൂക്ക് എന്ന ചെറിയൊരു ടൗണിലെ ഒരു ഷെപ്പേർഡാണ് ജോൺ ഹാർഡി. തന്റെ ആട്ടിൻകുഞ്ഞുങ്ങളെ വളരെ കാര്യമായിട്ട് തന്നെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഹാർഡി. എല്ലാ ദിവസവും കഴിയുമ്പോൾ അയാൾ ആടുകൾക്ക് ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചു കൊടുക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അസ്വാഭാവികമായ ഒരു സാഹചര്യത്തിൽ ഹാർഡി മരണപ്പെടുകയാണ്. ആടുകളുടെ കൂട്ടത്തിലെ മെയിൻ ആയിട്ടുള്ള ലില്ലി ആ മരണത്തിൽ ചില പന്തികേടുകൾ മണക്കും. ഹാർഡിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ലില്ലിയും ബാക്കിയുള്ള ആടുകളും നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. മർഡർ മിസ്റ്ററി എന്ന് പറയുന്നത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗമല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സ്വഭാവമുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ചുരുങ്ങിയ കഥാപാത്രങ്ങളെ ഓരോരുത്തരെയും നമ്മൾ സംശയത്തോടെയാണ് നോക്കുക. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആരാണ് കൊലയാളി എന്ന സ്ഥിരം ഫോക്കസ് പോയിന്റിന് പകരം ഇതിന്റെ അന്വേഷണം ആടുകൾ എങ്ങനെ നടത്തുന്നു എന്നതിലേക്കാണ് സിനിമ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. നമ്മളെ ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്യുന്ന വലിയൊരു ഫാക്ടറും അത് തന്നെയാണ്. ആടുകൾ തമ്മിലുള്ള കോൺവെർസേഷനിലേക്ക് സിനിമ പോകുന്ന സമയത്ത് അത് ഒരുപാട് ഹ്യൂമർ കൊണ്ടുവരാനുള്ള സ്കോപ്പ് പടത്തിന് കൊടുക്കുന്നുണ്ട്. സ്റ്റുവർട്ട് ലിറ്റിലൊക്കെ പോലെ മനുഷ്യന്മാർ പറയുന്ന ഡയലോഗുകളും മൃഗങ്ങൾ പറയുന്ന ഡയലോഗുകളും പ്രേക്ഷകന് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാകുന്ന ഒരു രീതിയിൽ സിനിമ പ്രസന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെയും കുറെ ഹ്യൂമർ എലമെന്റ് വർക്കാകുന്നുണ്ട്. പടം ത്രൂ ഔട്ട് ഈ ആടുകൾ അന്വേഷണം നടത്തുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലെ ക്ലീഷകളെ കുറിച്ച് ആടുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അതൊരർത്ഥത്തിൽ അഗതാ ക്രിസ്റ്റി നോവലുകളുടെ ചില പാറ്റേണുകളെ വിമർശിക്കുന്നത് പോലത്തെ ഒരു പരിപാടിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്പൂഫ് സ്വഭാവം പടത്തിന് കൊടുക്കുന്നത് അത്തരത്തിലുള്ള സംഗതികളാണ്. ഈ സിനിമയുടെ ഇമോഷണൽ പാർട്ടിനെ ഏതെങ്കിലും രീതിയിൽ റിലേറ്റബിൾ ആക്കുന്നത് ആടുകളെക്കുറിച്ചുള്ള ചില സ്റ്റീരിയോ ടൈപ്പുകളെ അവർ ഈ കഥയിൽ യൂസ് ചെയ്തിട്ടുള്ള രീതിയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങാൻ നോക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ മടിക്കുന്ന ഒരു സ്വഭാവത്തെ ഈ പടം ഒരു ഘട്ടത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ തുടക്ക ഭാഗങ്ങളിൽ വളരെ സ്മാർട്ടായിട്ടാണ് ഇതിലേക്കുള്ള സെറ്റപ്പുകൾ തിരക്കഥ എഴുതി ചേർക്കുന്നത്. ഇങ്ങനെ വലുതായിട്ട് ശ്രദ്ധ കൊടുക്കാത്ത രീതിയിൽ തിരക്കഥയിൽ വന്നിട്ടുള്ള സെറ്റപ്പുകൾക്ക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള പേ ഓഫുകളാണ് സിനിമയുടെ അവസാന ഭാഗത്തിൽ ലഭിക്കുന്നത്. അതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആട് മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെ അവർ കാണിച്ച രീതിയാണ്. ഈ കഥ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരർത്ഥത്തിൽ ഈ സിനിമ ഒറ്റപ്പെട്ടു പോയവരെ കുറച്ച് സഹാനുഭൂതിയോടെ കാണുന്ന ഒരു പടമാണ്. അതിന് ആടെന്നോ മനുഷ്യനെന്നോ ഒരു വേർതിരിവില്ല. കൈൽ ബാൽഡ ഇതിനു മുന്നേ മിനിയോൺസ് എന്ന സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. കഥയിലെ ഹ്യൂമർ വളരെ കൺവിൻസിംഗ് ആയിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. ഈ പടം ഒരുപക്ഷെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവസാനം മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന ടൈപ്പ് സിനിമയാണ് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന മെസ്സേജ് ആംഗിൾ പടത്തിന് ഉണ്ടെങ്കിലും അത് സിനിമയുടെ ഹ്യൂമറിനെ തല്ലിക്കെടുത്തുന്ന രീതിയിൽ മുഴച്ചു നിൽക്കുന്ന രീതിയിലല്ല പടത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഈ സിനിമ ഒരു ഫൺ ഫിലിമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. ത്രില്ലും ഫണ്ണും നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ ഈ പടത്തിന്റെ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. അവസാനത്തേക്ക് വരുമ്പോൾ കേസ് ഏതാണ്ട് സോൾവ് ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് കാര്യങ്ങൾ സ്ലോ ആകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം സിനിമയ്ക്ക് ഒരു ഇമോഷണൽ എക്സ്റ്റൻഷൻ ലഭിക്കുന്നുണ്ട്. ആ ഭാഗത്ത് വരുന്ന മൊമെന്റുകൾ അതിന് തൊട്ടു മുന്നേ ഉണ്ടായ മെല്ലെപ്പോക്കിനെ പരിഹരിക്കുന്നുണ്ട്. ആടുകളെ കാണിക്കുന്ന ഭാഗത്തുള്ള വിഷ്വൽ എഫക്ട്സ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. ഇംഗ്ലീഷ് സിനിമകളുടെ VFXലെ പൊതുവായിട്ടുള്ള ഒരു നിലവാരം വെച്ചിട്ട് റെൻഡറിംഗ് സ്വല്പം സുഖകരമല്ലാത്തതായിട്ട് തോന്നിയത് ചില സീനുകളിലെ ആ ചെറിയ വിന്റർ ലാമ്പിന്റെ ഫിസിക്കൽ മൂവ്മെന്റുകളായിരുന്നു. ആടുകൾ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഈ സിനിമയ്ക്ക് ഒരു നല്ല റീച്ച് കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രമുഖരായിട്ടുള്ള നടീനടന്മാർ, അതായത് ഹ്യൂ ജാക്ക്മാൻ, എമ്മ തോംസൺ മുതലായവരൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ളത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ചാമുള്ള ഹ്യൂ ജാക്ക്മാൻ ആടുകളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന, അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ ആകാൻ എന്തുകൊണ്ടും യോജിച്ച ആളാണ്. കാര്യങ്ങളൊന്ന് കത്താൻ ലേശം ടൈം എടുക്കുന്ന ആ ടൗണിലെ ഒരേ ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള ടിം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിക്കോളസ് ബ്രൗൺ ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള പെർഫോമർ. ആദ്യ കാഴ്ചയിൽ പൊട്ടനായിട്ടും വെറുപ്പിക്കലായിട്ടും ഒക്കെ തോന്നുന്ന ഒരു കഥാപാത്രത്തെ അവസാനത്തേക്ക് കൺവിൻസിംഗ് ആകുന്ന രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാൻ ബ്രൗണിന് സാധിക്കുന്നുണ്ട്. അടുത്ത മാസം വരുന്ന മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന പടത്തിൽ ഹീമാൻ ആയിട്ട് വരുന്ന നിക്കോളസ് ഗാലറ്റ്സൈനും മോളി ഗാർഡനും ഈ സിനിമയിൽ പ്രാധാന്യമുള്ള 2 കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട്. ഇനി ആടുകളുടെ വോയിസ് ആക്ടിങ്ങിലേക്ക് വരുമ്പോഴും ഇത്തരത്തിലുള്ള വലിയ പേരുകൾ പ്രാധാന്യമുള്ള ചെറിയ സ്ക്രീൻ ടൈം ഉള്ള വേഷങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്.
ബ്രേക്കിംഗ് ബാഡിലെ ബ്രാൻ ക്രാൻസ്റ്റണും സർ പാട്രിക് സ്റ്റുവർട്ടും അങ്ങനെ ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. ലില്ലി എന്ന ആടിന് വേണ്ടി ശബ്ദം കൊടുത്ത ജൂലിയ ലൂയിസ് ഡ്രൈഫസും മോപ്പിൾ എന്ന ആടിന് ശബ്ദം കൊടുത്ത ക്രിസ് ഒഡോവ്ഡുമാണ് വോയിസ് ആക്ടിംഗിൽ കാര്യമായ ഭാഗം ചെയ്യുന്നത്. ഈ സിനിമയുടെ എഴുത്ത് നോക്കുകയാണെങ്കിൽ സിനിമ കാണാൻ വരാൻ സാധ്യതയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു ബാലൻസ് ക്രാക്ക് ചെയ്യാൻ അതിന് സാധിക്കുന്നുണ്ട്. ഏതാണ്ട് ഒന്നാമത്തെ സീനിൽ തന്നെ നമ്മൾ പടത്തിലേക്ക് ഇന്നാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫാന്റസി ഐഡിയയുടെ ഒരു ടോൺ എന്താണ് എന്ന് പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഹ്യൂമറിനൊപ്പം ഇൻക്ലൂസിവിറ്റിയും എംപതിയും ഒക്കെയാണ് ഈ സിനിമയുടെ കഥ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് സ്കൂബിഡോവിൽ കണ്ടിട്ടുള്ള തരം കൊലയാളി കണ്ടെത്തൽ പരിപാടി കാണുന്നത് പടത്തെ വലിയ രീതിയിൽ ബാധിക്കില്ല. ക്ലൈമാക്സിനടുത്തേക്ക് വരുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ ഈ പടത്തിന് പണ്ട് ഡാ തടിയ പടത്തിൽ കാണിച്ച മേഘരൂപൻ ഹഗിന്റെ ഒരു ഫീൽ കൊടുക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്